Hello, my dears. Once again, Pratyu Talks welcome you all with another new video. ഇന്ന് നമുക്കൊരു വീട് വരെ പോയിട്ട് വന്നാലോ. വി പി ഹൗസ്. വി പി ഹൗസിൻ്റെ എൻട്രൻസ് ആണത്. വി പി ഹൗസിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. ഈ വഴിയുടെ ഈ സൈഡിൽ കാണുന്നതൊക്കെ നമ്മുടെ തന്നെ കസിൻസിൻ്റെ വീടാണ്. എൻ്റെ അച്ഛനും അച്ഛമ്മയൊക്കെ ജനിച്ചു വളർന്ന തറവാട്ട് വീടാണിത്. നൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ടെങ്കിലും അതിൻ്റെ പ്രൗഢിയും ഭംഗിയും തനിമയും ഒട്ടും ചോരാതെ തലയുയർത്തി നിൽക്കുന്ന വട്ടവണ്ണ പെരിയാരത്തെ തറവാട്ട് വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു പഴയ വള്ളോനാടൻ നായർ തറവാട്. എൻ്റെ പേരിൻ്റെ വി പി പ്രത്യുഷ എന്ന് പണ്ടൊക്കെ എല്ലാവരും ചോദിക്കുക എന്താണ് ഈ വി പി എന്നുള്ളത്. ആ വി പിയുടെ എക്സ്പാൻഷനാണ് ഈ പേര്, വട്ടവണ്ണ പെരിയാരത്ത്. എൻ്റെ അച്ഛൻ്റെ ഇനീഷ്യൽ തന്നെയാണ് എനിക്ക് വട്ടവണ്ണ പെരിയാരത്ത് എന്നുള്ളത്. അപ്പോൾ ആ വട്ടവണ്ണ പെരിയാരത്ത് തറവാട്ട് വീട്ടിലേക്കുള്ള പോക്കാണത്. കുട്ടിക്കാലം തൊട്ട് കണ്ടുവരുന്നതാണ് ഇവിടുത്തെ ഈ തൊടിയും ഈ വഴിയും ഈ പച്ചപ്പും. ഇതൊന്നും ഒരു മാറ്റവും ഇല്ലാതെ ഇപ്പോഴും അതുപോലെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഈ വീട്ടിലേക്ക് വന്നിങ്ങനെ ചെന്ന് കയറുമ്പോൾ തന്നെ നമ്മുടെ ചെറുപ്പകാലത്ത് ഇവിടെ കാരണവന്മാരായിട്ടുണ്ടായിരുന്ന നമ്മുടെ അച്ഛമ്മയുടെ അനീത്തി അമ്മു അച്ഛമ്മയും അവിടുത്തെ അച്ഛനെയൊക്കെയാണ് ഓർമ്മ വരുന്നത്. അന്ന് അവരായിരുന്നു ഇതിൻ്റെ കാരണവർ. ആ അമ്മു അച്ഛമ്മയുടെ കാര്യം പറയുമ്പോൾ പറയാതെ വയ്യ. നമുക്ക് ഈ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു പോസിറ്റിവിറ്റിയാണ്. ആ അച്ഛമ്മയുടെ ചിരിയും പിന്നെ സംസാരവും. ശരിക്കും ഡോള് പോലത്തെ ഒരു അച്ഛമ്മ. ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. മുമ്പ് അവിടെ ചെല്ലുമ്പോൾ അവരെ ഉമ്മർത്ത് ഇങ്ങനെ പോലെ മൊനാമയാണ് ഇരിക്കുന്നത്. അച്ഛൻ്റെ തന്നെ കസിൻസാണ് അവരൊക്കെ. അപ്പോൾ അവരാ ഇരിക്കുന്ന സ്ഥലത്ത് ആ അച്ഛമ്മ ഇരിക്കുന്നുണ്ടാവും. എന്തൊരു ചിരിയായിരുന്നു. അവരെ ആ ഒരു ചിരിച്ച മുഖത്തോടെ എല്ലാം ഞാൻ കണ്ടിട്ടേ ഇല്ല എൻ്റെ ലൈഫിൽ. ഒരു മാറ്റവും ഇല്ലാതെ ഈ വീട് തണ്ട. ആ കാണുന്നതാണ് അച്ഛമ്മയും അച്ഛനും. പണ്ട് മാതൃഭൂമിയിലൊക്കെ വന്ന അച്ഛമ്മ വെളിയിടുന്നൊരു ഫോട്ടോ ആണത്. ഇതിൻ്റെ പൂമുഖം ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല കേട്ടോ. ആ വീട് അതേപോലെ തന്നെ പെയിൻ്റൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ തോന്നുക മാറിയതും വളർന്നതൊക്കെ നമ്മളാണ്. ആ വീടിനും ആ വരാന്തയ്ക്കും പൂമുഖത്തിനും ഒന്നും ഒരു മാറ്റവും ഇല്ല. ഇപ്പോഴത്തെ കാരണവത്തിയാരാണ് ആ വീട്ടിലെ ജയശ്രീമേമ ചെറിയച്ഛനൊക്കെ. ആ ജയശ്രീമേമയാണ് ഇപ്പോഴത്തെ വീടിൻ്റെ കാരണവത്തി. പിന്നെ എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ നടത്തുന്ന ഒരു ഭുവനേശ്വരി പൂജ ഉണ്ടെന്ന്. അത് വളരെ വർഷങ്ങൾക്ക് ശേഷം നടത്തിയ ഒരു പൂജയാണ്. നമ്മൾ മച്ചിൽ തന്നെ ഭുവനേശ്വരി സങ്കല്പത്തിലുള്ള ദേവിയെ കുടിവെച്ചിരിക്കുകയാണ്. പഴയ നായർ തറവാട് വള്ളോനാടൻ തറവാടുകളിലൊക്കെ അങ്ങനെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ മച്ചിൽ വെച്ചിട്ട് തന്നെയാണ് ആ പൂജ നടത്തുക, ഭുവനേശ്വരി പൂജ. അതാണ് ഇപ്പോഴത്തെ ഉള്ള കാരണവന്മാരവിടുത്തെ. കുറേ അംഗങ്ങളുണ്ട് ഇവിടെ. എല്ലാവരും കൂടി ഒത്തുചേർന്ന് കഴിഞ്ഞാൽ ഈ വീട്, എന്നാലും ആ ഈ വീടിൻ്റെ ഒരു മുറിക്ക് പോലും ഇല്ല എന്ന് പറഞ്ഞ പോലെ. എല്ലാവരും ഒത്തുചേരുമ്പോൾ ഭയങ്കര രസമാണ്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അവിടെ വേലയും ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ടാവും, അച്ഛമ്മയും. പിന്നെ ഈ വീടിനെ കുറിച്ച് അതാണ് ഭുവനേശ്വരി പൂജയ്ക്കുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളാണ് കേട്ടോ കാണുന്നത്. മുമ്പ് എൻ്റെ ചെറുപ്പത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു, പക്ഷെ അന്നൊന്നും എനിക്ക് പോയതായിട്ട് ഞാൻ ഓർക്കണില്ല. ഇപ്പോഴെൻ്റെ ഓർമ്മ വന്ന ശേഷം പിന്നെയും പൂജകളൊക്കെ നടത്തിയിരുന്നു 2016 17 എപ്പോഴൊന്നും പോകാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ആ പൂജയൊന്ന് തൊഴാൻ പറ്റിയത്. വളരെ വലിയൊരു ഗുരുതി പൂജയോടുകൂടിയായിരുന്നു എൻ്റെ സമർപ്പണം. വളരെ നല്ലൊരു പൂജയായിരുന്നു. ഒരുപാട് സമയമെടുത്ത് ഉച്ചയോളം വരെയുള്ള സമയം ഉണ്ടായിരുന്നു. അച്ഛൻ്റെ പെങ്ങളാണ് ഒരു വഴിപാടിൻ്റെ ഭാഗമായിട്ടത് അവിടെയുള്ള കുടുംബാംഗങ്ങൾ തന്നെ നടത്തുന്ന പൂജയാണ്. തിരുമേനി വിളിച്ച് ഗുരുതി പൂജയോടുകൂടിയാണ് സമർപ്പണം. എല്ലാവരും തൊഴാൻ വേണ്ടി മുറ്റത്ത് വെയിറ്റ് ചെയ്യാണ്. കാണുന്നത് കണ്ടോ പഴയ തൊഴുത്തും. പണ്ട് അവിടെ പശുവൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ പോകുമ്പോൾ. ഈ വീടിനെ കുറിച്ച് ഓർക്കുമ്പോൾ അമ്മൂച്ചമ്മയും അതേപോലെ അവിടെ കുറച്ച് പേരുണ്ട്. നമ്മുടെ വീടിൻ്റെ ചീഫ് കുക്കായിരുന്ന നമ്മുടെ ഒരു ഗോവിന്ദൻകുട്ടി നായർ മൂപ്പരെയും പിന്നെ അവിടെ ഉള്ള വേറൊരു ചെറിയമ്മ ഉണ്ടായിരുന്നു, കുഞ്ഞുട്ടിയമ്മ എന്ന് പറഞ്ഞ. അവരെയൊക്കെ ഇപ്പോഴും അവരുടെയൊക്കെ ശബ്ദം അവിടെയൊക്കെ കേൾക്കണ പോലെ എനിക്ക് അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ എനിക്ക് തോന്നിയതാണോ അറിയില്ല. നമ്മുടെ പഴയ കാലത്ത് അവിടെ വരുമ്പോൾ ആ അടുക്കളുടെ അവിടെയൊക്കെ അവരുടെ ഒരു പ്രസൻസ് ഇപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടുത്തെ അടുക്കള കിണറും ആ അടുക്കളയും മുകളിലൊരു അടുക്കള താഴെ ഒരു അടുക്കളയൊക്കെ ആ പഴയ ആ വീടിൻ്റെ ആ ഭംഗിയൊന്നും ഇപ്പോഴും അവിടെ ചെന്ന് നിൽക്കുമ്പോഴും നമുക്കതൊക്കെ ഓർമ്മ വരുന്നു. പൂജ കഴിഞ്ഞ് എല്ലാവരും അവിടെ അതിൻ്റെ കരിപ്രസാദമൊക്കെ തൊടുന്നതാണ്. ഭദ്രകാളി സങ്കല്പത്തിലാണ് ഈ തിരുമാന്താംകുന്നിലെ അമ്മയാണ് നമ്മുടെ ഇവിടെയുള്ള ഈ ക്ഷേത്രങ്ങളുടെയൊക്കെ ഹെഡ് എന്ന് പറഞ്ഞാൽ. പഴയ വള്ളോനാടൻ ക്ഷേത്രം ദേവീ സങ്കല്പങ്ങളുടെയൊക്കെ ഒരു ഹെഡ് അവിടെയാണ്. അപ്പോൾ ഗുരുതി പൂജയാണ് തിരുമാന്താംകുന്നിലെ അമ്മയെ സമർപ്പിച്ചുകൊണ്ടുള്ള പൂജയാണ് നടന്നത്. പിന്നെ അതിനോട് ഒപ്പം തന്നെ തറവാട്ടിലെ നാഗങ്ങൾക്കുള്ള പൂജയുണ്ടായിരുന്നു. പണ്ട് ഇവിടെ ഗംഭീരമായ തുള്ളലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ തുള്ളലൊക്കെ എൻ്റെ വളരെ ചെറുപ്പത്തിലെ ഓർമ്മകളാണ്. ഇവിടെ നടന്ന അയ്യപ്പൻ വിളക്ക് അതിൻ്റെയൊക്കെ ഭാഗമാകാൻ സാധിച്ചതാണ്. നമ്മുടെ ഓർമ്മകളിൽ ഏറ്റവും കുറച്ച് നല്ല ദിവസങ്ങളൊക്കെയാണ് അതൊക്കെ. പക്ഷെ ഇപ്പം അതുപോലെ എല്ലാവരും ഒത്തുചേർന്ന് ഒരുപാട് അംഗങ്ങളുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്. പലരും പല ദിക്കിലാണ്, പല അസൗകര്യം കൊണ്ട് അതൊന്നും നടത്തി വരാൻ പറ്റണില്ല. പക്ഷെ ആയില്യം പൂജയൊക്കെ ഇപ്പോഴും വർഷത്തിലൊരിക്കൽ തറവാട്ടിൽ നടക്കുന്നുണ്ട്. എല്ലാ കുടുംബാംഗങ്ങളും എൻ്റെ അച്ഛനൊക്കെ പോവാറുണ്ട്, ഒത്തുചേർന്ന് അവിടെ നടത്താറുണ്ട്. അവിടെ പോയി നിന്നാണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഫാം ഹൗസിലൊക്കെ പോയി നിന്നൊരു പ്രതീതിയാണ്. ഇപ്പോഴും ആ വീടും അത്രയും ചുറ്റുവട്ടുള്ള സ്ഥലങ്ങളൊന്നും കൈമാറിപ്പോവാതെ ആ കുടുംബാംഗങ്ങൾ തന്നെ നിലനിർത്തി വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.
കണ്ടോ, നാഗപൂജ, മഞ്ഞളും കരിക്കൊക്കെ വെച്ച് സമർപ്പണം. ഇതൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. എനിക്ക് വീടിനെ കുറിച്ച് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളുടെ അച്ഛൻ്റെയും അച്ഛമ്മയുടെ ഒക്കെ തറവാടാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും അവിടെ ആ വീട്ടിൽ ഉള്ള കുടുംബാംഗങ്ങൾ എല്ലാവരും പല സ്ഥലങ്ങളിലായിട്ട് വീടൊക്കെ വെച്ച് അവരൊക്കെ മാറി അവിടെ നിന്ന് താമസിക്കുകയാണ്. ഇപ്പം അവിടെ ആ ചെറിയമ്മയും ചെറിയച്ഛനേ ഉള്ളൂ. എങ്കിലും അവിടെ ചെന്ന് ആ വീട്ടിലേക്ക് ചെന്ന് കയറുന്നവർ, ഇവൻ എൻ്റെ അച്ഛനൊക്കെ ആണെങ്കിൽ പോലും പറഞ്ഞൊക്കെ ഞങ്ങളുടെ തറവാട്, ഞങ്ങളുടെ വീട് എന്നുള്ള ആ ഒരു സ്നേഹത്തോടു കൂടിയാണ്. അപ്പോൾ ഭാഗം വെച്ച് പോയവരാരും നിങ്ങളുടെ വീടാണ്, നിങ്ങളുടെ തൊടിയാണെന്ന് പറഞ്ഞല്ല അവിടെ പോകുന്നത്. അവിടെ പോകുന്നവരെല്ലാവരും അത് ഞങ്ങളുടെ വീടാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ തറവാടാണ് എന്നുള്ള ഒരു സ്നേഹത്തോടു കൂടിയും വാത്സല്യത്തോടു കൂടിയാണ് പോകുന്നത്. അത് ആ വീടിൻ്റെ ഒരു പ്രത്യേകതയാണ്, അവിടെ ഉള്ളവരുടെ ആ ഔപചാരികതയാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും നമുക്ക് നമ്മുടേന്ന് പറഞ്ഞ് കയറി ചെല്ലാനുള്ള ഒരു സ്നേഹവും അധികാരവും വാത്സല്യവും ഒക്കെ എപ്പോഴും ആ വീട്ടിനുണ്ട്. കണ്ടോ ആ പൂമുഖം, ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ വേലയ്ക്കൊക്കെ പോകുമ്പോൾ അവിടെ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി കിടന്നുറങ്ങിയതും അന്നത്തെ ഉള്ളിലൊക്കെ ഞാൻ ആ ഒരു മുറിയിൽ അവിടെ പോയി കിടന്നതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവിടെ നിന്ന് നോക്കുമ്പോൾ ഭ്രാന്താന്നൊക്കെ പറയും പണ്ട്, എന്താ വരാന്തയുടെ അതിൻ്റെ അതിൻ്റെ ആ പേര് അങ്ങനെ മാറിയതായിരിക്കും അത്. അതിൻ്റെയും മുകളിലുണ്ട് തട്ടുമ്പുറമൊക്കെ, അങ്ങോട്ടൊന്നും കയറാൻ നമുക്ക് പേടിയാണ്. കണ്ടോ സൈഡിലൊക്കെ ഒരു ബാത്റൂമൊക്കെ ആയിട്ട് എത്ര പേര് അവിടെ ചെന്നാലും എത്ര പേര് പോയി അവിടെ താമസിച്ചാലും ആ വീടിൻ്റെ ഒരു മൂലക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ്. എല്ലാവരും ഒത്തുചേരുമ്പോൾ ഒരു വല്ലാത്ത രസമാണ് അവിടെ. അവിടെ അമ്മോച്ചമ്മയുടെ 7 മക്കളും അവരുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആയിട്ട് ഒരു 2-3 തലമുറകൾ ഇപ്പോഴും അവിടെ സന്തോഷമായിട്ട് ഒത്തുചേരും. ആ വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളും അവിടെ പോയി എല്ലാ കാര്യങ്ങൾക്കും പങ്കെടുക്കാറുണ്ട് ഇപ്പോഴും. എനിക്കിപ്പോഴും തടക്കശ്ശേരി പോവാന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഇഷ്ടമാണ്. കുളവും അതിൻ്റെ ചുറ്റുപാടൊക്കെ കണ്ടോ, ഇപ്പോഴും ആ 90s പോയ പോലെ ഒരു ഫീലിംഗ് ആണ്. ഒരു മാറ്റം അവിടെ ഒന്നും വന്നിട്ടില്ല. ഇതാണ് തറവാട്ടിലെ കുളമൊക്കെ ഇപ്പോഴും അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. നന്നായിട്ട് ഉപയോഗിക്കാറില്ലെങ്കിലും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കുളമൊക്കെ. പിന്നെ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.